ദുബായ് വിസിറ്റിന് വന്ന അച്ഛനെയും അമ്മേനെയും ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയത് ഗ്രീൻ പ്ലാനറ്റിലാണ്. ഇന്ന് നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ കൊടിയൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ അകത്തോട്ട് കയറി. ഇതൊരു ഇൻഡോർ റെയിൻ ഫോറസ്റ്റ് മോഡലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ശരിക്കും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ഇതിൽ കിട്ടുന്നത്. കാട്ടിലെ പോലെ ഒരുപാട് മരങ്ങളും പക്ഷികളും ആ കാട്ടിലെ ഒരു വെതറും ഹ്യൂമിഡിറ്റിയും ഒക്കെ അതുപോലെ തന്നെ ഇവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എക്സോട്ടിക് ബേർഡ്സ്, നല്ല ഭംഗിയുള്ള ബേർഡ്സ് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പാറി നടക്കും. ബേർഡ്സ് മാത്രമല്ല കേട്ടോ, സ്ലോത്ത് പോലെയുള്ള ചില ആനിമൽസും ഇതിൽ കൂടെയൊക്കെ നടക്കുന്നത് കാണാം. പിന്നെ ഇവിടെയുള്ളൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്, ഇവരിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഇടിമിന്നലിൻ്റെ സൗണ്ടും ആ ലൈറ്റ് എഫക്ട്സും ഒക്കെ കൊടുത്ത് ശരിക്കും നമുക്കൊരു കാട്ടിൽ നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. ആ മഴയും തണുപ്പും ബേർഡ്സിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പാമ്പിനെ മാത്രം ഒന്ന് തലോടിയിട്ട് വന്നു. പിന്നെ ഇതുപോലൊക്കെ ഒരുപാട് ക്യൂട്ട് ആനിമൽസും പിന്നെ പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു അടിപൊളി സംഗതിയാണ് ഈ ക്രീച്ചേഴ്സ് ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് റെയിൻ ഫോറസ്റ്റ് രാത്രി എങ്ങനെ ഉണ്ടാവുന്നത്. ശരിക്കും നമുക്കൊന്ന് നെഞ്ചിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതേ തീമിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കഫറ്റീരിയ ഉണ്ട്, സുവനീർ ഷോപ്പ് ഉണ്ട്. ഞാൻ ഈ 2 മാഗ്നറ്റ്സ് അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളും പ്ലേ ഏരിയയും അങ്ങനത്തെ യുണീക്ക് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ കുട്ടികൾക്കും പിന്നെ ദുബായിൽ ഇങ്ങനെ വിസിറ്റിന് വരുന്നവർക്കൊക്കെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്.